പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്നത് എനിക്ക് തോന്നണതാണ്. ഇപ്പം 100 പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. 98 പേർക്കും മനസ്സിലാകും ഇത് പ്രാക്ടിക്കലല്ലെന്ന്. അതാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇത് പ്രാക്ടിക്കലല്ല. ദാറ്റ് മീൻസ് 98 പേര് നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ചത്തി പിരിഞ്ഞു പോകാം, ഇഷ്ടമുള്ള കാണിക്കുക, ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ക്രിസ്തുവിൻ്റെ വില, നിത്യതയുടെ വിലയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ യേശുവ സ്വസ്ത്രം യേശുവ സൂത്രം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 12:34. വായിച്ചോളൂ. നിന്റെ നിക്ഷേപം എവിടെയോ, പറഞ്ഞേ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പം അർത്ഥം എന്താണ്? നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത്? എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും അതിനകത്തൊരു കണ്ടൻറ്റ് സ്വർഗത്തിൻ്റെതായിരിക്കണം. സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ സ്വർഗം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കുന്നതും എന്താ കാര്യം? ഈ നിത്യത എന്നുള്ള കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കിത് പറയേണ്ടി വരും. കാര്യം എന്താണ്? നിത്യതയെന്ന് പറഞ്ഞ സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നിരിക്കണം. IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ജയിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. അതാ പ്രശ്നം. എന്തൊരു ക്ലിയർ ആണ് വേട്. 1 കൊരിന്തോസ് 15:19 എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. സംഭവം. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിന് വേണ്ടിയാണെന്നല്ല, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും, വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും. കാരണം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 3:11 ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. രസവാ. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ താഴെ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് കുറേ കമൻറ്റുകൾ ഇടും. ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ, അവർക്കറിയാവുന്ന വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെ റിഫ്യൂട്ട് ചെയ്ത് കളയും. കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം, ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം. പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ. എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 യേശുവേ. ആരാധന ആരാധന സ്നേഹരാജ
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 14:3. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ പറഞ്ഞേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ എന്നല്ലെങ്കിൽ നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണെന്ന് ഉറപ്പാണല്ല. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത്. കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട്, ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത്. അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം എന്താണ്? ഞാനിരിക്കുന്നിടത്ത് പറഞ്ഞു നിങ്ങളും ആയിരിക്കണം. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞേ, എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറേണമേ. ആബാ പിതാവേ, ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്റെ മക്കളെ, കണ്ടന്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ ഒരു കണം. നമ്മൾ ദൈവക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയത്തില്ലേ, അതുപോലെ ഒരു ദൈവക്കണം, ഒരു ഡിവൈൻ മോളിക്യൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെയും ഉള്ളിൽ ഒരു ദൈവക്കണം ഉണ്ടാകും. ദൈവക്കണം ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം. സ്വർഗത്തിൻ്റെ കണിക എന്താണത്? എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം. കൈയടിച്ച് കർത്താവ് ഞങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഒരുമിച്ച് പാടുക സ്വരത്തില്. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊരു നിക്ഷേപമാണ്. നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിലെ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ്, സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ നാമത്തിലെ ഞാൻ ജീവിക്കുമ്പോഴേ
ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ വർത്തമാനങ്ങള്, ചെയ്തികള്, സംസാരങ്ങള് ഈശോയെ അവിടെയെല്ലാം സ്വർഗത്തിന്റെ ഒരു കണമുണ്ടാകാം, ദൈവക്കണമുണ്ടാകാം. എന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ എന്നെ പ്രത്യേകമായി അങ്ങ് താങ്ങി ഒരുക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെല്ലാ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായി ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ. നിങ്ങൾ നീതിമാനാകാം, നീതിമതിയാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്കുവെക്കുന്ന ശീലമുള്ള ആളാകാം. ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവളാകാം. പക്ഷെ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകും. അപ്പോൾ നീ വിശ്വാസത്തിന് തള്ളി മാറ്റപ്പെടും. വിശ്വാസം നിനക്ക് ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം, സഹായിക്കുന്നയാളാകാം, മറ്റുള്ളവർക്ക് ഇല്ലായ്മയിൽ കണ്ട് കൈകറിഞ്ഞ് സഹായിക്കുന്നവരാകാം, നല്ല സ്വഭാവമുള്ളവരാകാം. പക്ഷെ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവില്ലേ, സ്വർഗത്തിൻ്റെ ഒരു സൂക്കേട് ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലാഞ്ഞ ഒരു സൂക്കേടാണ്. എന്ന് വെച്ചാൽ നിനക്കുടനെ അടുത്ത പാഠം തരും. ഇപ്പോൾ ചില സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, അവരെല്ലാം നമ്മൾ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ. അപ്പോൾ നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു 10-12 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 48 പോയിൻ്റ് നമ്മൾ ചാടി. അപ്പോൾ 48-ൽ 6 പേര് ചാടി. അപ്പോൾ 6 പേര് പുറത്തായി. 6 പേര് 48-ൽ ചാടി, 48 പോയിൻ്റ് ചാടി മുകളിൽ. പിന്നെ വീണ്ടും പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ്. നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് 52-ലെത്തി. 52-ലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 5 പേരും പോയി. അപ്പോൾ നമ്മൾ ജയിച്ചല്ല. പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ലെന്ന് പറയും. ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും, 56 പറയും. അപ്പോൾ നീ സന്ധ്യ വരെ ഒന്ന് ചാടാൻ പറയും. എപ്പോഴാണ് നീ 56-ൽ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ, അതാണ് ഫൈനൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ, അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ പൊട്ട മൊണ്ണെ എന്തൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ അത്തെ നീ ചെയ്തിട്ട്. അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി അവസാനം നമ്മൾ ഒറ്റക്കാകും. സ്വന്തം ഭാര്യയും പറയും ഇഡിയറ്റെന്ന് പറയും, ജോബിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ്. അപ്പോൾ ഓരോരുത്തർ പറയും, മക്കളും പറയും പപ്പക്ക് ബോധമില്ല, പപ്പ ഈ ലോകത്തല്ല ജീവിക്കണത്, പപ്പ ഈ കാലത്തല്ല ജീവിക്കണത്. അതെ, നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത്, കാലാതീതമായ കർത്താവിൻ്റെ കൂടെയാണ്. കൈ ഇടിച്ച് കർത്താവ് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിന്നലരിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൽ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഒറ്റയ്ക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും. ദാറ്റ് ഈസ് യുവർ ടോക്കൺ. അതാണ് നിൻ്റെ ടോക്കൺ. നിത്യത്തിൽ ഇതെല്ലാം എണ്ണിയെടുക്കും.
എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റെല്ലാവരും വിട്ടും പോകുമ്പോൾ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. വിട്ടും പോകുന്ന അവസരം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ്? 6:67. യോഹന്നാൻ 6:67. ടേക്ക് ദ ബെഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത്? യോഹന്നാൻ 6:66. അതെ. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. അപ്പോൾ ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ലേ, ഹൈ ജമ്പ് ചെയ്യുമ്പോൾ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോൾ സമയത്ത് മുഴുവനും ഓരോരുത്തർ വിട്ടുപോകുന്ന അതായത് വിട്ടുപോകും. നിങ്ങളെ ഇപ്പോൾ സിസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ടിരുന്നുണ്ട്, നിങ്ങളെ കുടുംബജീവിതക്കാർ നോക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത്. അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും. ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഒരാൾ സ്വീകൃത, അവരെ തിരസ്കൃത. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ അലറിയിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ഷട്ട് ഔട്ടിങ് ഉണ്ടാകുന്നത്? ഷട്ട് ഔട്ടിങ് ഉണ്ടാകണം. അത് നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്. നിങ്ങളുടെ വീട്ടിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകണം. എന്താ കാര്യം? ടോക്കൺ പിടിക്കാനുള്ള കോമ്പറ്റീഷൻ. കാര്യം കർത്താവിൻ്റെ വചനം, കർത്താവ് ഷെഡ് ഔട്ട്സിനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്കറിയാമല്ലോ, കാറ്റ് വരുമ്പോൾ മരങ്ങൾ കുലുങ്ങുകയും പഴുത്ത ഇലകൾ താഴെ വീഴുകയും ചെയ്യും. അതാണ് ഷെഡ് ഔട്ടിങ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യത ഒരു വിഷയമായത് കാരണം ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണ്. അതാണ് പ്രശ്നം. അവസരമല്ല, സൗജന്യമല്ല. ഇത് സൗജന്യമല്ലല്ലോ. വചനം എന്താണ്? ഇത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 6:20. 1 കൊരിന്ത്യർ 6:20. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6:20. 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇപ്പൊ ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തണം. മനസ്സിലായി? ശരീരം പോലും വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് സഭ IVF എന്നൊക്കെ പറയുമ്പോൾ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ്? അതാണ് IVF എന്നൊക്കെ പറയത്തില്ലേ, IUA എന്നൊക്കെ പറയുമ്പോൾ സഭ എന്താ അംഗീകരിക്കാത്ത കാര്യം? സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല. അവർക്ക് എങ്ങനെയും ജീവിക്കാം. 5 ഭാര്യയോ 4 ഭാര്യയോ 3 ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാൾ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഒരു പ്രശ്നവുമില്ല. ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. അപ്പം നിങ്ങൾ പറയും ഇത് ശരിയാണ്, ശരിയാകുമോ, ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും, കഠിനമല്ലേ? തീർച്ചയായിട്ടും കഠിനമാണ്.
കഠിനമാക്കിയിരിക്കുകയാണ്. 6:60 എടുത്ത് യോഹന്നാൻ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. യോഹന്നാൻ 6:60. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കാലത്ത് നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ, ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അവിടെ നിൽക്കാൻ പറ്റുമോ, ഞാൻ കാലെ പിടിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, അടുത്ത വചനം എന്താണ്? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? യോഹന്നാൻ 6:67. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോട് ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പോകണമെങ്കിൽ പോയിക്കൊള്ളാനാണ് കർത്താവ് പറഞ്ഞ വചനത്തിൽ മാറ്റമില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനമാണ്, അത് മാറ്റം ഉണ്ടാകത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും. 21:34 എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 21:33. ആകാശവും ഭൂമിയും കടന്നു പോകും. പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോകില്ല. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? നിങ്ങളല്ല, ആകാശം തന്നെ പോകും. നിങ്ങളല്ല, ഭൂമി തന്നെ പോകാനും. പക്ഷേ എന്ത് പോകത്തില്ല? ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല. അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവിതം നമുക്ക് സംരംഭമാകാൻ കാരണം എന്താണ്? നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുള്ള ആഴ്ചയിലെ പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. മനുഷ്യന് പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. നിത്യതയിൽ ഒത്തിരിയേറെ ഗ്രേഡുകളുണ്ട്. അതായത് ഇപ്പോൾ നിത്യതയിൽ ഇപ്പം മഹത്വത്വം, നമ്മുടെ വിഷയം എന്താണ്? മഹത്വമല്ലേ? മഹത്വമല്ലേ വിഷയം? ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപാതികമായിട്ടാണ് നമ്മൾ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത്. ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട്. 1 Corinthians 15:43-41 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 Corinthians 15:41. സൂര്യന്റെ തേജസ് ഒന്ന്. ഒന്ന് പറഞ്ഞേ, സൂര്യന്റെ തേജസ് ഒന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്. ചന്ദ്രന്റേത് മറ്റൊന്ന്. ചന്ദ്രന്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് പൊക്കൃത്തര ഇവിടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുമ്പസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? അതാണ് വിഷയം. നമുക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം എന്താണെന്നറിയാമോ? ഈ അനുതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്ത് പൊക്കൃത്തരവ് കാണിക്കാം, ആരെയും പറ്റിക്കാം, ആരെയും കിഡ്നി അടിച്ച് മാറ്റാം, ആരെയും വസ്തു പങ്കിടാം, വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം, ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം, എന്തും ചെയ്യാം, ആരുടെയും അവകാശങ്ങൾ കൊടുക്കണ്ട, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം, ഗുണ്ടായസം കാണിക്കാം, എന്ത് കാണിക്കാം. അവസാനം ഒന്ന് മോങ്ങിയാൽ മതി, ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ? ഒന്ന് ഇത് തീക്കൊണ്ട് ഈ നേരം വിളിക്കുന്നത് എന്താ പ്രശ്നം? അതായത് ഈശോയുടെ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനെ ഉള്ളത്, ചന്ദ്രൻ്റെ ശോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത്. പിന്നെ എന്താ പറയണത്? 1 Corinthians 15:41 എന്താ പറയണത്? നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭയ്ക്ക് വ്യത്യാസമുണ്ട്. കരിക്കട്ട ഉണ്ടെന്ന് എൻ്റെ അർത്ഥം, കാണാത്ത സാധനമുണ്ട് അല്ലേ? അപ്പം ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്നതനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ്? സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം
വീഴുന്നോ അത്രയും സ്ഥലം ജ്വലിച്ചിരിക്കും. ഭൂമിയുടെ നിഴലിലെ മറഞ്ഞിലല്ലേ, ഭൂമിയുടെ നിഴൽ മറച്ചല്ലേ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് കൊള്ളുന്നത്. അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നിഴൽ കൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പൊടി പോലെയും ഇങ്ങനെ പകുതി തുളഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നിഴൽ മാറി മൊത്തം സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോഴാണ് നമുക്ക് പൂർണ്ണചന്ദ്രൻ കിട്ടുന്നത്. ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്ന് പറയണത്. ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത വേണം മക്കളെ. അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് IELTS പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് 9ാമത്തെ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവം നിങ്ങളുടെ അസസ്മെൻറ്റ് നടക്കും. നിങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുമെന്ന്. ഇത് ഈ ഉടമ്പടിയും കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശോ നോക്കും. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ നിങ്ങളുടെ ഇത് പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്ന് ദാഹിക്കണം. കർത്താവേ, ഒത്തിരി അബദ്ധങ്ങളും അപരാധങ്ങളൊക്കെ സംഭവിച്ചു, എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ. അതായത് 1 മാസം, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, 1 മാസം ഒരു ടോക്കൺ മേടിക്കണം. സ്വർഗത്തിൻ്റെ കണ്ടൻ്റുള്ള, സ്വർഗത്തിന് വേണ്ടി നിന്ന് നിലപാടെടുത്ത, സുവിശേഷത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ. നമ്മൾ തോറ്റുകൊടുത്ത, നമ്മൾ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ കൊക്കി വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധൂസാണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേരിൽ നമ്മളെ മന്ദബുദ്ധിയായിട്ട് ചാപ്പ കുത്തുകയും ചെയ്ത ഒരു ടോക്കൺ 1 മാസം നിങ്ങൾ നേടിയെടുക്കണം. ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ 1 മാസം ഒരു സാക്ഷ്യം ഇങ്ങനെ വഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. പാടി വാഴ്ത്ത പാവന സ്നേഹമേ, പാടി വാഴ്ത്ത പാവന സ്നേഹമേ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ മഹത്വത്തെ മുൻനിർത്തി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവനും ഭാരങ്ങൾ വഹിക്കുന്നവനും, എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ. ശ്രമിച്ച് പാടാം. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. കൈകൾ ഉയർത്തി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ.
ആകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന